ആളുകൾ താമസിക്കുന്നുണ്ട്, അവിടേക്ക് പോകും. ആശുപത്രിയിൽ നൂറുകണക്കിന് ആളുകൾ ചികിത്സയിലുണ്ട്, അവിടേക്ക് പോകുന്നതിന്. പക്ഷേ ആദ്യം ക്യാമ്പിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരുന്നത്. ആദ്യം ഏതെങ്കിലും ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും രാഹുൽ ഗാന്ധി നേരെ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഇവിടെ ബെയിലി പാലം പണി നടക്കുന്ന സ്ഥലത്തേക്കാണ്, ചൂരൽമല ദുരന്ത സ്ഥലത്തേക്കാണ്. വയനാടിന്റെ മുൻ MP ആണ്. വയനാടുമായുള്ള വൈകാരിക ബന്ധങ്ങളൊക്കെ രാഹുൽ ഗാന്ധി എപ്പോഴും പറയാറുണ്ട്. മേരാ പരിവാർ എന്നാണ് വയനാടിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധി കൂടിയുണ്ട്. ഇത് രക്ഷാദൌത്യത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആദ്യ ദിവസത്തെ അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹം മാറ്റിവെച്ചത്. അതിനുശേഷം ഇന്ന് വന്ന ഈ താൽക്കാലിക പാലം, ഇപ്പോൾ രാഹുൽ ഗാന്ധി നിൽക്കുന്ന ഈ പാലം ഇന്നലെയും ഇന്നലെയുമായി സൈന്യം നിർമ്മിച്ച പാലം തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു താൽക്കാലിക പാലം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റക്കയറിൽ പിടിച്ച ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ചെറിയൊരു പാലമായിരുന്നു. ആ പാലവും രക്ഷാദൌത്യത്തിന് നൽകിയ സംഭാവന ചെറുതേയല്ല. അതിനുശേഷം നിർമ്മിച്ച രണ്ടാമത്തെ താൽക്കാലിക പാലമാണ്. ഇത് കുറച്ചുകൂടി ബലവത്തായ, കുറച്ചുകൂടി ആൾക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പാലമാണ്. ആ പാലത്തിൽ കൂടി രാഹുൽ ഗാന്ധി മുണ്ടക്കൈ മേഖലയിലേക്ക് തന്നെ പോവുകയാണ്. പക്ഷേ എത്രത്തോളം അകത്തോട്ടേക്ക് പോകുന്നു എന്ന കാര്യം അറിയില്ല. ഒരുപാട് അകത്തോട്ടേക്ക് പോകാൻ ഒരുപക്ഷെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ കാരണം അനുവാദം നൽകുമോ എന്ന കാര്യവും അറിയില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഒരർത്ഥത്തിൽ ഈ വിഷയത്തെ കുറച്ചുകൂടി ദേശീയ ശ്രദ്ധയിലേക്ക് വരാനും കഴിഞ്ഞ തവണ ലോക്സഭ